ശ്രീ സജീവൻ, ഈ ചർച്ചയിൽ CPM സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വയം വിമർശനപരമായി ഓരോ പിശകുകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി മുതൽ താഴോട്ട് പാർട്ടി ഘടകങ്ങൾ ഓരോന്നും പോകുന്നത്. അതവിടെ അവസാനിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ തിരുത്തൽ നടപടികളും ഉണ്ടാകാൻ പോകുന്നു. അതാണ് ഇനി ആ പാർട്ടിക്കകത്ത് സംഘടനാപരമായി നടക്കാൻ പോകുന്നു. ഒപ്പം തന്നെ ജനങ്ങളെ കേൾക്കാനും പോകുന്നു. ഇതതിൻ്റെ ഒരു ഭാഗം. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചാലോ? ഇപ്പോൾ ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കുറേ കൂടി വ്യക്തമാവുന്നൊരു കാര്യം, ഇപ്പോൾ RSSന്, സംഘപരിവാറിന് കൂടുതൽ സ്വീകാര്യനായ ഒരാൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നു എന്ന ഒരു പൊതു അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുന്നത്. അതൊരു പ്രതീതി നിർമ്മാണമല്ല, ആ സർക്കാർ തന്നെ പച്ചയായി നിർലജ്ജം വെളിപ്പെടുത്തിയ അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് പുറകോട്ട് പോയാൽ, മുൻ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഡീലാക്ഷേപമൊക്കെ കേട്ടൊരു കാലത്തിൽ നിന്ന് ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നൊരു കാലമാണല്ലോ. പലപ്പോഴും അത്രയ്ക്ക് ചർച്ച ചെയ്ത് പോകാത്തതാണെന്ന് തോന്നുന്നു. ആ കാലത്തൊക്കെ അത് ചർച്ച ചെയ്തിരുന്നു. ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ അവിടെ നടത്തിയൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ശ്രീനാരായണ ഗുരു, ഇപ്പോൾ വെള്ളാപ്പള്ളിയിലേക്ക് ഇങ്ങനെ ചുരുക്കാൻ ശ്രമിക്കുമ്പോൾ, ശ്രീനാരായണ ഗുരു ഒരു കാലത്തും സനാതനധർമ്മത്തിൻ്റെ വക്താവായിരുന്നില്ല. സനാതനധർമ്മം എന്നത് വർണ്ണാശ്രമ പ്രക്രിയയ്ക്കപ്പുറത്തേക്ക് മറ്റൊന്നുമല്ല, വർണ്ണാശ്രമ ധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല എന്നവിടെ പ്രസംഗിക്കുകയും അത് ചാതുർവർണ്ണ്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്, മനുവാദത്തിൽ നിൽക്കുന്നതാണ് എന്ന നിലപാട് പരസ്യമായി സ്വീകരിച്ചതും അവിടെ ഉണ്ടായ ചർച്ചയുമൊക്കെ അറിയാം. അന്നതിനെ പരസ്യമായി സനാതനധർമ്മത്തിൽ ഊന്നി നിന്ന് പിന്തുണച്ചയാളാണ് VD സതീശൻ. അപ്പോൾ സംഘപരിവാറിനെ സംബന്ധിച്ച്, RSSനെ സംബന്ധിച്ച് സനാതനധർമ്മത്തെ തന്നെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു കാഴ്ചപ്പാടിനോട് എത്രമാത്രം അഭിപ്രായ വ്യത്യാസമുണ്ടാകും എന്നുള്ളത് നമ്മൾക്കൊക്കെ അറിയാം. പിന്നീട് ഞാനിത് സൂചിപ്പിച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടൊരു ചിത്രത്തെ ഒന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്ന് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ, നിയുക്ത മുഖ്യമന്ത്രി ആകും മുമ്പ് തന്നെ അദ്ദേഹം നടത്തിയ മംഗലാപുരം യാത്ര വലിയ ചർച്ചയാകും. അവിടെ നടത്തിയ കൂടിക്കാഴ്ചകൾ ഇപ്പോഴും അജ്ഞാതമായി ദുരൂഹമായി നിൽക്കുകയാണ്. അദ്ദേഹം ഒരു വാക്കും അതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് വന്നിട്ടുള്ള ആളുകൾ, സംഘം, രൂപീകൃതമായ ആ സർക്കാർ, അതിൽ തന്നെ എത്തിച്ചേരുന്ന നയങ്ങൾ, നടപടികൾ, ഇതെല്ലാം അങ്ങനെ സംഘപരിവാറിനെ സംബന്ധിച്ച് കൂടുതൽ സ്വീകാര്യമായ തലത്തിൽ അദ്ദേഹം നിൽക്കുന്നു. പിണറായി വിജയൻ സനാതനധർമ്മത്തെ ശിവഗിരിയിൽ പോയി ഗുരുവിനെ അതിൻ്റെ വക്താവാക്കാൻ നോക്കേണ്ട എന്ന് പറഞ്ഞയാളാണ്. ഞാനിത് പറയാൻ കാര്യം, ഇന്നിപ്പോൾ CPM സംസ്ഥാന സമിതി വിലയിരുത്തലിൽ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 30 സീറ്റുകളിൽ BJP വോട്ടുകൾ UDFന് പോയിരിക്കുന്നു. മറിച്ച് BJP ജയിക്കുന്ന ഇടത്ത് കോൺഗ്രസിൻ്റെ സഹായവും കിട്ടിയിട്ടുണ്ട്. നമുക്കതറിയാം, 3ാം സ്ഥാനത്താണ് കോൺഗ്രസ്. പക്ഷേ 30 ഇടങ്ങളിൽ BJP വോട്ടുകൾ UDFന് പോയി. 100-ൽ പരം സീറ്റുകളിൽ ജയിക്കും, 1 ഡസൻ മന്ത്രിമാർ തോൽക്കും എന്നൊക്കെ പറഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ CPMൻ്റെ വിലയിരുത്തൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായി സംഘപരിവാറിനെ ഏറ്റവും അധികം കടന്നാക്രമിച്ച ഒരു മുഖ്യമന്ത്രിയെയും ആ പാർട്ടിയെയും ആ മുന്നണിയെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയേ പറ്റൂ എന്ന ഒരു ഗ്രാൻഡ് ഡിസൈൻ, അതിനെ വെളിവാക്കുന്നതാണ് ഈ 30 സീറ്റുകൾ എന്നുള്ള CPMൻ്റെ ഇന്നത്തെ ഈ പരസ്യമായ വെളിപ്പെടുത്തൽ എന്ന് തോന്നുന്നു. ശ്രീ സജീവൻ. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വളരെ എളുപ്പത്തിൽ കോൺഗ്രസിനെ വരുതിയിലാക്കാൻ കഴിയും, കോൺഗ്രസ് നേതാക്കന്മാരെ വരുതിയിലാക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ കാലത്ത് ചരിത്രം മുഴുവൻ, ഈ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാർ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന BJPയിലേക്കായിട്ട് നമ്മൾ കാണുന്നതാണ്. കേരളത്തിൽ പോലും 3 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കള് ഇപ്പൊ BJPക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ അത് വളരെ എളുപ്പമാണ് കോൺഗ്രസിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക, സ്വാംശീകരിക്കുക എന്ന് പറയുന്നത് BJPക്ക് അറിയാം. തകർക്കേണ്ടത് LDFനെയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ള ശ്രമം നടന്നിരിക്കും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അനിൽകുമാറും അത് കഴിഞ്ഞ് താങ്കളും പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ ബംഗാൾ എന്ന പാഠം, അത് കേരളത്തിന് കൂടി വേണ്ടതാണെന്ന്. കാരണം അത് വളരെ കൃത്യമാണ്. കാരണം നമുക്കറിയാം, ഒരു കാലത്ത് BJPയുടെ ഒപ്പം നിന്ന രാഷ്ട്രീയ നേതാവാണ് മമതാ ബാനർജി. പിന്നീട് അവര് അവിടെ ബംഗാൾ പിടിച്ചെടുക്കുന്നു. എന്തുകൊണ്ടാണ് 3 പതിറ്റാണ്ടിലേറെ കാലം തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം നഷ്ടപ്പെട്ടത് എന്ന് കൃത്യമായിട്ട് വീണ്ടും പരിശോധിക്കുന്നിടത്ത് അവിടെ ബംഗാളിലെ പാർട്ടി പരാജയപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ കൃത്യമായി പരിശോധിച്ചിട്ട് ആ വീഴ്ചകളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടതായിരുന്നു. ഇപ്പോഴും അവിടെ പാർട്ടിക്ക് മാസ് ബേസ് ഉണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്കുള്ള നേട്ടം ഉണ്ടാക്കാൻ മമതാ ബാനർജി തന്ത്രപരമായിട്ട് അവിടെ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചു, ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്തി. പക്ഷെ ഇപ്പൊ തിരിച്ചടിച്ചിട്ട് നമ്മൾ അവർക്കും നഷ്ടപ്പെട്ടു, കോൺഗ്രസിന് നഷ്ടപ്പെട്ടു,
അതിനേക്കാൾ അപ്പുറത്ത് CPM LDF പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മൊത്തം നഷ്ടപ്പെട്ടു. ഇപ്പോ അതേ സംഗതി ഇവിടെ ഉണ്ടാക്കാനാണ് ഇപ്പോ കേരളത്തിലെ BJP കേരളത്തിൽ ഉണ്ടാക്കാനാണ് കേരളത്തിലെ BJP എന്ന് ഞാൻ പറയുന്നത് BJPയുടെ ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത്. അപ്പൊ എന്ത് വേണം? കൃത്യമായിട്ട് ഇവിടെ ആ വരാൻ പോകുന്ന ഭീകരമായ ഒരു അപകടം, ആ അപകടം ഇല്ലാതാക്കാൻ പാർട്ടി അനിൽകുമാർ പറഞ്ഞ പോലെ ബ്രാഞ്ച് മുതൽ മുകളിലേക്കുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ട് തെറ്റുതിരുത്തൽ അത്യാവശ്യമായിട്ട് നടത്തേണ്ടതാണ്. വിമർശനവും സ്വയം വിമർശനവും ഒക്കെ ഉണ്ടാവണം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ബാക്കി ഒപ്പം നിൽക്കേണ്ട ഒരു 10%, 15% വരുന്ന ഒരു എന്താണ് നിഷ്പക്ഷ വോട്ടുകൾ, ആ നിഷ്പക്ഷ വോട്ടുകളുടെ ഒപ്പം അവരെ കൂടി ഒപ്പം നിർത്താൻ, അവരുടെ മനസ്സിലെ ആശങ്കകൾ കൂടി ദൂരീകരിക്കാനായിട്ടുള്ള ശ്രമമാണ് പ്രധാനമായിട്ടും ഉണ്ടാവേണ്ടത്. അതാണ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ. റൈറ്റ്.